ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയും 150 ഗ്രാം ചിക്കനും കുറച്ച് ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ടയില്ലാതെ ഉടച്ചു കൊടുക്കണം. ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഗരം മസാല, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഹാഫ് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കൂട്ട് നമുക്ക് കപ്പ ചിക്കൻ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കപ്പ നന്നായി വെന്ത് വരണം, എന്നിട്ട് കട്ടല്ലാതെ കിട്ടണം. ഇനി ഈ മസാല നമുക്ക് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ എല്ലാതും ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ഒരു കോഴിമുട്ട എടുത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ആദ്യം ഒരു ബോൾ എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയെടുക്കുക. ഇനി നമ്മൾ കട്ട്ലറ്റിലൊക്കെ ചെയ്യണപ്പോൾ അതേ മെത്തേഡ് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാ ബോൾസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോൾസും ഇതിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് മുരിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു അപ്പക്കോരിയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പ ചിക്കൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കപ്പ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.